പാപ്പു എവിടെ പോണ്? അമ്പലം അമ്പലം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ പാപ്പു പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നേരെ പോണത് അമ്പലത്തിലേക്കാണ് കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ പാപ്പുവിൻ്റെ വിദ്യാരംഭമാണെന്ന്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴമന്നം കളപ്പട്ടി റോഡിൽ തന്നെ മൂകാംബിക ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി. നമ്മൾ പാപ്പുവിന് എഴുത്തിന് ഇരുത്താനുള്ള റെസിപ്റ്റാണ് കേട്ടോ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്ര ഹരനേത്രാഗ്നി സന്തക്ത കാമ സംജീവനപ്രതി സമയാചാരപര മൂലാധാരേക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുതിരഥാ വിഷ്ണു ഗ്രന്ഥി വിഭേദിനി സ്വരൂപിണി ശക്തികൂടേ ഗതാവന്ന കത്യധോഭാഗധാരിണി അങ്ങനെ നമ്മൾ പാപ്പനെ എഴുത്തിനൊക്കെ ഇരുത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് വെളിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സൺറൈസ് ഒക്കെ ആയിരുന്നു, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കാട്ടിക്കൂട്ടിലാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പെക്റ്റഡ് വീഡിയോസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ. അങ്ങനെ നമ്മൾ കാറിൽ കയറി. അമ്പലത്തിൽ നിന്ന് പാപ്പന് ഒരു സ്ലേറ്റും പെൻസിലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഫുള്ള് അന്നത്തെ ദിവസം മുഴുവൻ ആൾ അതിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എഴുത്. ഒരു മാസത്തിനിടെ 2 ലക്ഷത്തോളം പേർക്കാണ് പകർച്ചപ്പനി ബാധിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും ഇടവിട്ടുള്ള മഴയുമാണ് പകർച്ചപ്പനിക്ക് കാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് തീരുമാനം. ചന്ദ്ര സജീവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ചന്ദ്ര, ഇപ്പോൾ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇത്രയും പനി ചെറിയ കാര്യമല്ല, പകർച്ചപ്പനി ഇങ്ങനെ കൂടുന്നുണ്ട്. ഓരോ വീട്ടിൽ നോക്കിയാലും ഇപ്പോൾ ഒരു പനിക്കാരെ കാണാൻ പറ്റും. ഒരാൾക്ക് പിടിപെട്ടാൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും പനി ഒരു 6-7 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.